ഹലോ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ ഈ ഹബീബി ആയിട്ട്. അപ്പം ഇന്ന് നമ്മൾ വീട്ടിൽ സ്പെഷ്യലായിട്ട് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ പോകണം. നമ്മളെല്ലാവരും പുറത്ത് പോയി KFC ഒക്കെ കഴിച്ചും അടുത്തല്ലേ. അപ്പം വീട്ടിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. എന്തുകൊണ്ട് ഹോം മെയ്ഡ് കഴിക്കുക എല്ലാവരും. ഇപ്പം നമ്മുടെ ഹബീബിയുടെ യൂണിക്കോണാണ് കേട്ടോ, കുഞ്ഞിൻ്റെ കൂട്ടുകാരിയായത്. അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും സബും ഞങ്ങൾക്ക് ലൈക്സൊക്കെ തരണമെന്ന് പറയൂ. ലൈക്ക് തരണം, ഷബ് തരണം എന്നൊക്കെ അപ്പം നമുക്ക് തരണം. നമ്മളൊക്കെ വീട്ടിലപ്പോൾ നമുക്ക് ഇന്നൊരു ഫ്രൈഡ് ചിക്കൻ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബൈ ബൈ, ടാറ്റാ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീട്ടിൽ തന്നെ ഫ്രൈഡ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചു. കുറച്ച് വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ മുളക് പൊടി നമ്മൾ ചേർക്കുവാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, നിങ്ങളുടെ ചിക്കൻ എത്ര 1 കിലോയ്ക്ക് അനുസരിച്ചുള്ള ചിക്കന് മുളക് പൊടി, അതുപോലെ ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ വിനാഗിരി ഞാൻ ഒഴിക്കുന്നുണ്ട്. അത് 1 സ്പൂൺ ഞാൻ ഒഴിച്ചു. അതിനുശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊരു 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കണം. ഇനി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 കൂട്ട് തയ്യാറാക്കാം. ആദ്യത്തെ ഇത് നമ്മൾ മൈദ എടുക്കുക. നമുക്ക് ചിക്കൻ ആവശ്യമുള്ള അത്രയും മൈദ എടുക്കുക. അതുപോലെ തന്നെ കോൺഫ്ലോർ എടുക്കുക. കോൺഫ്ലോറും നമ്മൾ മൈദ എടുത്തതിൻ്റെ ആ സെയിം അളവിൽ തന്നെ കോൺഫ്ലോറും എടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പിടുക. ബേക്കിംഗ് സോഡ ഇടുന്നവരുണ്ട്, നമ്മൾ ഉപ്പിട്ടു. അതിനുശേഷം കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, ഒരു അര സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം കുരുമുളക് ഇടുന്നുണ്ട്, കുരുമുളക് പൊടിച്ചത്. പിന്നെ ഇത് നമ്മൾ നന്നായിട്ട് നമ്മൾ ഇതിനകത്ത് ഡിപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ വേണ്ടി തണുത്ത പാൽ ഉപയോഗിച്ചാണ് നമ്മൾ ഇതുപോലെ ജ്യൂസി ടൈപ്പ് ആക്കി വെക്കുന്നത്. ഇനി നമ്മളത് മാറ്റി വെച്ചു. ഇനി അടുത്തത് വേറൊരു പാത്രത്തിൽ നമ്മൾ മൈദ എടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള മൈദ, കാരണം ഇത് നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കന് നമ്മൾ ഈ മൈദക്കകത്തിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് മുക്കി അതിനെ ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജ്യൂസി ടൈപ്പിലേക്ക് നമ്മളിത് ഡിപ്പ് ചെയ്ത് വീണ്ടും നമ്മൾ മൈദക്കകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുക, കാരണം മൈദ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രസ് ചെയ്താണ് ചിക്കൻ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് മുക്കി വീണ്ടും നമ്മൾ മൈദക്കകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. പ്രസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലൊന്ന് കുടയണം. ആ മൈദ കുടയണം, എന്നാലേ അതിൻ്റെ ക്രസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ KFC ചിക്കനൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ക്രസ്റ്റ് കാണത്തില്ലേ. അപ്പോൾ ആ ക്രസ്റ്റ് നമ്മൾ നന്നായിട്ട് ഇതുപോലെ കുടയുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്. ഇനി നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലെല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് 4 മണിക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് ബൈ ബൈ.